മുതിർന്ന നേതാക്കൾക്ക് ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടാക്കുന്ന എത്രാമത്തെ കാര്യമാണിത്? ഈ എം സ്വരാജ് മത്സരിക്കട്ടെ എന്നടക്കമുള്ള കാര്യങ്ങൾ, OLX-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്ന് അതിവൈകാരികമായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രാമത്തെ തവണയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രതിപക്ഷ നേതാവിന് വരെ തള്ളിപ്പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. നോക്കും, അത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരും. അതിൽ ചിലത് പ്രകോപനപരമാകും, ചിലത് വളരെ നിശബ്ദമായിട്ടായിരിക്കും. അതൊന്നും ഒരു ചർച്ചാ വിഷയമല്ല. മറിച്ച് അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളത് കളയാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് നമ്മുടെ CPM പോകുന്നത്. കാരണം അവിടെ കോൺഗ്രസ് കൊണ്ടുവന്ന UDF കൊണ്ടുവന്ന നിലപാടുണ്ട്, ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്താണ്? രാഷ്ട്രീയ വഞ്ചന. അൻവറിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളൂ. അൻവറിൻ്റെ രാഷ്ട്രീയ വഞ്ചന, അൻവറിനെതിരെ തിരിച്ചടി. അതാണോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അൻവർ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ അതിൻ്റെ മറ്റൊരു കാരണക്കാർ പിണറായി വിജയനും കൂട്ടരുമായിട്ടുള്ള ഗവൺമെൻറ്റും അവരുടെ പാർട്ടിയുമാണ്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ UDF കൊണ്ടുവരുന്ന അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതിന് വളരെ പിന്തുണ നൽകുന്ന ഒരു വിഭാഗമാണ് ഈ യുവജന പ്രസ്ഥാനം അവിടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, 1960-കളിലെ 70-കളിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസും യുവാക്കളും വരുന്നുണ്ട്. അതാ ഞാൻ ആ മുസ്ലിം യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസോട് ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം മലബാറിൽ ശക്തിപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് ശ്രീ പ്രേംകുമാറെ പറയുന്നത് വേറെ രീതിയിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. ആ യുവജന നേതാക്കൾക്കെതിരെ ഇവിടുത്തെ പോലീസ് എന്താ നടത്തുന്നതെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ഞാൻ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു അജണ്ട, ഗവൺമെൻറ്റിൻ്റെ അജണ്ടയാണ്. അവർക്ക് അജണ്ടയില്ല. ഈ അജണ്ട പെട്ടിവിവാദം ഇന്നവർ കത്തിച്ചേരെ. പക്ഷേ കത്തിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ CPM നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്നു. വേണോ വേണ്ടേ? കൃഷ്ണദാസിനെ ഓർമ്മയുണ്ട് അവർക്ക്. അതുകൊണ്ട് വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നല്ല കാര്യമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അജണ്ടയുണ്ടോ CPM-ന്? ഒരു അജണ്ടയുണ്ടോ ഗവൺമെൻറ്റിന്? അവരൊറ്റ ചോദ്യം VD സതീശനെ എന്നും ചോദിക്കുന്നുള്ളൂ. എന്താണ് മുഖ്യമന്ത്രി നിങ്ങളുടെ നേട്ടം? ഒരു നേട്ടം പറയൂ, അഭിമാനാർഹമായ ഒരു നേട്ടം പറയൂ. ഉത്തരമില്ല. ഇന്നും അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ്. രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയാണോ ജനങ്ങൾ അവിടെ പ്രതികരിക്കുന്നത്? അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുവജന നേതാക്കളുടെ മുന്നേറ്റത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത്. രാത്രിയിലാണല്ലോ ഇവരുടെ കാറ് തടയുന്നത്, പകലും തടയാമല്ലോ. അപ്പോൾ തടയുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവരെ അവഹേളിക്കുക. അവഹേളിക്കുമ്പോൾ യുവജന രോഷം ഉണ്ടാകും. അത് പല രീതിയിലാകുമെന്ന് മാത്രം. അതല്ലാണ്ട് അവരുടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പുതിയ ഡെവലപ്മെന്റുകൾ ചർച്ചാ വിഷയമല്ല എന്ന് അങ്ങൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അത് ചർച്ചാ വിഷയമല്ല എന്ന നിലയ്ക്ക് നിരാകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയം ചർച്ചാ വിഷയമല്ല എന്ന് റദ്ദു ചെയ്യാനും കഴിയില്ല. ഗവൺമെന്റിന്റെ അജണ്ട പോലെ തന്നെ പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ അജണ്ടയുണ്ടാകും. ഇതെല്ലാം ചർച്ചാ വിഷയമാകുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവിടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് പാലക്കാട് ഓർമ്മയുള്ളതുകൊണ്ടാണ്. പാലക്കാട് വെറുതെ ഒരു നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്നില്ല. അവർക്ക് വലിയ തിരിച്ചടി വന്നില്ലേ? 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കൂടിയില്ലേ? 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. അപ്പോൾ ആ തിരിച്ചടി അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നില്ല, വിഷയം മാറ്റാൻ UDF ശ്രമിക്കുന്നില്ല. പക്ഷേ വിഷയം മാറ്റണമെന്ന് ആഗ്രഹമുള്ള ചിലരുണ്ടാകാം. അവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ പെട്ടികളൊന്നും അല്ലല്ലോ. അവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിഷയമല്ലേ. ആ വിഷയം എന്താണ്? അൻവർ പോലും അവിടെ അപ്രസക്തമായത് എന്തുകൊണ്ടാണ്? അവിടുത്തെ UDF LDF മത്സരമായതുകൊണ്ടാണ്. ഈ BJPയെ കുറിച്ച് CPM ഉണ്ടാതിരിക്കുന്നതും BJPയെ കുറിച്ച് എത്രയോ ദിവസങ്ങളായിട്ടൂടെ BJPയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ CPM അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് പോലും പറഞ്ഞു കേട്ടില്ല. കാരണം BJP അവിടെ കംഫർട്ടബിളായിട്ട് വിട്ടിരിക്കുകയാണ്, എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ യുവജന നേതാക്കളെ അവഹേളിക്കാൻ UDF സംവിധാനവും LDF-ഉം തമ്മിൽ ആണ് എന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നില്ല. അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സമയം പൂർണ്ണമായതിനാൽ അങ്ങയോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.